Hello everyone, welcome to EduPod +1 Commerce and Humanities channel. നിങ്ങൾ ഹ്യൂമാനിറ്റീസ് +1 എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരെങ്കിലും +1 ഹ്യൂമാനിറ്റീസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആദ്യം നിങ്ങൾ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. ഇനി നിങ്ങൾ +1 പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ +1 കൊമേഴ്സ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ ഏത് സ്ട്രീമാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ +1 ഹ്യൂമാനിറ്റീസ് ആരൊക്കെ പഠിക്കുന്നുണ്ടോ അവർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. കാരണം പല കുട്ടികളിപ്പോൾ SSLC കഴിഞ്ഞ് +1 ഹ്യൂമാനിറ്റീസ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്, പക്ഷേ അവരെ പലരെയും പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഹ്യൂമാനിറ്റീസ് എടുത്താൽ സ്കോപ്പ് ഇല്ല, ഹ്യൂമാനിറ്റീസ് എടുത്താൽ ജീവിതം നശിച്ചു പോകും, ഹ്യൂമാനിറ്റീസ് ഏറ്റവും ലോക്കലായിട്ടുള്ള ആളുകളെ എടുക്കുക, അങ്ങനത്തെ ഒരുപാട് കളിയാക്കലും കുത്തുവാക്കലും നിങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലേ. ശരിക്കും അതൊക്കെ തെറ്റിദ്ധാരണകളാണ് കേട്ടോ. നിങ്ങൾ +1 സയൻസ് എടുക്കുകയാണെങ്കിൽ, കൊമേഴ്സ് എടുക്കുകയാണെങ്കിൽ, ഹ്യൂമാനിറ്റീസ് എടുക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ ഈ 3 സ്ട്രീമിലും ജയിക്കാൻ, അല്ലെങ്കിൽ ഈ 3 സ്ട്രീമിലും മികച്ച മാർക്കോട് കൂടി പാസ്സാവാനും നിങ്ങൾക്ക് ആഫ്റ്റർ +2 ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബയോളജി അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്കാണ് പോകുന്നത്, നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, സയൻസ് തന്നെ എടുക്കണം. മെഡിക്കൽ ഫീൽഡ് അല്ലാത്ത ഒരുപാട് ഫീൽഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, +1 ഹ്യൂമാനിറ്റീസ് എടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഹ്യൂമാനിറ്റീസ് പഠിച്ചാൽ ജീവിതം നശിച്ചു പോകും, ഹ്യൂമാനിറ്റീസ് പഠിച്ച ആളുകൾക്ക് പിന്നെ എന്താണ് ജോലിയൊന്നും കിട്ടില്ല, അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ ജോലിയാണ് സാധ്യതകൾ നോക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ഹ്യൂമാനിറ്റീസ് പഠിച്ച ശേഷം നിങ്ങൾക്ക് BA ഹിസ്റ്ററി, BA സോഷ്യോളജി, BA എക്കണോമിക്സ്, പിന്നെ അതേപോലെ തന്നെ BA പിന്നെ അങ്ങനത്തെ ഒരുപാട് കോഴ്സുകൾ, സോഷ്യോളജി, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, അതിനൊക്കെ ഗ്രാജുവേഷൻ കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ BMMC ഉണ്ട്, ബാച്ചലർ ഓഫ് മൾട്ടിമീഡിയ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് ആയി വരുന്നൊരു കോഴ്സാണ് BMMC. അതായത് ഈ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ, അതായത് എന്താണ് TV-യിലെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിലും അതേപോലെ യൂട്യൂബ് ചാനലുകൾ നിങ്ങൾക്ക് റിപ്പോർട്ടർ അവതാരകയാവാനൊക്കെ സഹായിക്കുന്ന ഒരു കോഴ്സാണ് BMMC. അതേപോലെ LLB, നിങ്ങൾക്ക് അഡ്വക്കേറ്റ് ആവാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഫ്റ്റർ ഹ്യൂമാനിറ്റീസ് ചെയ്യാൻ പറ്റും. പിന്നെ ഗ്രാഫിക് ഡിസൈനിങ് അടക്കമുള്ള ഡിസൈനിങ് കോഴ്സുകൾ, ഫാഷൻ ഡിസൈനിങ്, ഗ്രാഫിക് ഡിസൈനിങ് അടക്കമുള്ള ഡിസൈനിങ് കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഫ്റ്റർ ഹ്യൂമാനിറ്റീസ് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആഫ്റ്റർ +2 നിങ്ങൾ കേരളത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ ഓൾ ഇന്ത്യ ലെവലിൽ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കുള്ളൊരു എക്സാമാണ് ഇത്, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. അപ്പോൾ അത് CUET എന്ന പേരിൽ അറിയപ്പെടുന്ന കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ JNU, JMI പോലെയുള്ള അടിപൊളി ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ യൂണിവേഴ്സിറ്റിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളി കോഴ്സുകൾ ഹ്യൂമാനിറ്റീസ് എടുത്ത ആളുകൾക്ക് പഠിക്കാൻ പറ്റും. അത് നിങ്ങൾ ആദ്യം ക്രാക്ക് ചെയ്യേണ്ടത് CUET ആണ്. +2 ശേഷമാണ് നിങ്ങൾക്ക് CUET എക്സാം എഴുതാൻ പറ്റുക. EduPod CUETയുടെ ക്ലാസ്സുകൾ കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ CUET എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ അടിപൊളി യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് CUET എക്സാം എഴുതാം. ആ CUET എക്സാം എഴുതിയിട്ട് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നേടിയിട്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ അടിപൊളി യൂണിവേഴ്സിറ്റി പഠിക്കാൻ പറ്റും. അതിനൊക്കെ നിങ്ങൾക്ക് എന്തിലൂടെ സാധിക്കും, +2 ഹ്യൂമാനിറ്റീസ് എടുത്താൽ സാധിക്കും. ഇനി നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുത്തൊരു ഡിഗ്രി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ടീച്ചർ ആവാനുള്ള BEd കോഴ്സ് എടുക്കാം. പിന്നെ ഈ BMMCയുടെ ഹയർ ഡിഗ്രി ആയിട്ടുള്ള MCJ കോഴ്സ് എടുക്കാം. MA കോഴ്സുകൾ, നിങ്ങൾ ഇപ്പോൾ എടുത്തിട്ടുള്ള BA കോഴ്സുകളുടെ MA കോഴ്സുകൾ, BA ഹിസ്റ്ററി എടുത്ത ആളുകൾക്ക് MA ഹിസ്റ്ററി എടുക്കാം, BA സോഷ്യോളജി എടുത്ത ആളുകൾക്ക് MA സോഷ്യോളജി എടുക്കാം, BA എക്കണോമിക്സ് എടുത്ത ആളുകൾക്ക് MA എക്കണോമിക്സ് എടുക്കാം. പിന്നെ അവിടെ നെറ്റൊക്കെ ചെയ്തിട്ട് കോളേജ് ലെക്ചർ ആവാം. അങ്ങനത്തെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞ ശേഷം PG ആണ് കേരളത്തിന് പുറത്ത് പോയി പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനും എന്തുണ്ട്, CUETയുടെ PG എക്സാം ഉണ്ട്. അതും ഏത് ഇന്ത്യയിൽ അടിപൊളി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെ പഠിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതും ടീച്ചറാകാം, നിങ്ങൾക്ക് 1ാം ക്ലാസ് മുതൽ +2 വരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആവാനുള്ള ജോലി സാധ്യതയുണ്ട്. റിസർച്ചർ ആവാൻ, നിങ്ങൾക്ക് വിവിധ കാര്യങ്ങളെക്കുറിച്ചിട്ട് പഠിക്കുന്ന റിസർച്ചർ ആവാൻ പറ്റും. ജേർണലിസ്റ്റ്, വിവിധ പത്രങ്ങളിലും അല്ലെങ്കിൽ TVകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ജേർണലിസ്റ്റ് അല്ലെങ്കിൽ ലൈവ് TV റിപ്പോർട്ടേഴ്സ് ആവാൻ പറ്റും. അഡ്വക്കേറ്റ്, നിങ്ങൾക്ക് വക്കീലന്മാരാകാൻ പറ്റും. സിവിൽ സർവീസ്, IAS, IPS, IFS പോലുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യയിലെ ടോപ്പ് റാങ്കിങ് വരുന്ന അല്ലെ IAS, ഒരു ജില്ലയുടെ കളക്ടർ വരെ നിങ്ങൾക്ക് ആവാൻ പറ്റും, ഒരു സിറ്റിയുടെ പോലീസ് കമ്മീഷണർ ആവാൻ പറ്റും, അല്ലെങ്കിൽ വേറെ ഫോറിൻ കൺട്രിയിൽ പോയിട്ട് ഇന്ത്യയുടെ അംബാസിഡർ വരെ ആവാനുള്ള ജോലി സാധ്യത ഹ്യൂമാനിറ്റീസ് എടുത്താലുണ്ട്. പിന്നെ ഗ്രാഫിക് ഡിസൈനർ, ഫാഷൻ ഡിസൈനർ, ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഇന്ത്യൻ ഡിസൈനർ അടക്കം ഒരുപാട് ജോലി സാധ്യതകൾ നിങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ സയൻസ് എടുത്താലും കൊമേഴ്സ് എടുത്താലും ഇതുപോലെ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. പക്ഷേ നിങ്ങൾ ഏത് സ്ട്രീം എടുക്കുകയാണെങ്കിലും നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാണ്, നിങ്ങൾ പണിയെടുക്കാൻ തയ്യാറാണ്, നിങ്ങളൊരു എഫേർട്ട് ഇടാൻ തയ്യാറായാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാസ്സാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മികച്ച ജോലി കിട്ടുള്ളൂ. ഇപ്പോൾ പലരുടെയും വിചാരം സയൻസ് എടുത്താൽ ജീവിതം രക്ഷപ്പെട്ടുന്ന, ഒരിക്കലല്ല കേട്ടോ. സയൻസ് എടുത്തവരിൽ 20% കുട്ടികൾ ഇക്കൊല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, തോറ്റുപോയിട്ടുണ്ട്. അപ്പോൾ സയൻസ് എടുത്താലും തോൽക്കാം, കൊമേഴ്സ് എടുത്താലും തോൽക്കാം, ഹ്യൂമാനിറ്റീസ് എടുത്താലും തോൽക്കാം. സയൻസ് എടുത്ത് ജോലി ഇല്ലാത്തവരുണ്ട്, കൊമേഴ്സ് എടുത്തിട്ട് ജോലി ഇല്ലാത്തവരുണ്ട്, ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് ജോലി ഇല്ലാത്തവരുണ്ട്. ഇവർ തോറ്റുപോകാനും ഇവർക്ക് ജോലി ഇല്ലാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ, ഇവർ എഫേർട്ട് ഇടുന്നില്ല, ഇവർ ഒരു പണി എടുക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കാൻ നേരത്ത് നിങ്ങൾ എഫേർട്ട് ഇട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വരും. നിങ്ങൾ ഒരു എഫേർട്ട് ഇടാതെ നിങ്ങൾ ഇങ്ങനെ കയ്യും കെട്ടുന്ന അടുത്തുള്ള ആളെ കോപ്പി അടിച്ച് ചെയ്താണെങ്കിൽ
നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി കിട്ടുമോ? ഇല്ലടാ. അപ്പോൾ നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ ഇത്രയും ജോലി സാധ്യത. പിന്നെ നിങ്ങൾക്ക് ജിയോളജിസ്റ്റ് ആവാം, അല്ലെ, ജോഗ്രഫർ, പിന്നെ എന്താ ജിയോളജി പഠിച്ചാൽ നിങ്ങൾക്ക് ജിയോളജിസ്റ്റ് ആവാം, ഭൂമിയുടെ ഉള്ളിലുള്ള ഭാഗങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാം. ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് വെതർ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ജോബുകൾ അവിടെ വേറെയുണ്ട്. അപ്പോൾ ജോബിന് ഒരിക്കലും ഹ്യൂമാനിറ്റീസിൽ എന്തില്ല, കുറവില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. പക്ഷേ നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാണ്. നിങ്ങൾ സയൻസോ കൊമേഴ്സോ ഏതെടുക്കുകയാണെങ്കിലും നിങ്ങൾ എഫേർട്ട് ഇട്ടാൽ നിങ്ങൾക്ക് നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട്. നിങ്ങൾ എഫേർട്ട് കുറയുമ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഫ്യൂച്ചറിൻ്റെ ആ ബ്രൈറ്റ്നസ് എന്ത് ചെയ്യും, കുറഞ്ഞു വരുന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് വെക്കുക, nafi.edupod. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലാണ്. നിങ്ങൾ എന്ത് ചെയ്തൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വേണ്ട അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് തരിക. അപ്പോൾ +1 ഹ്യൂമാനിറ്റീസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. +1 കൊമേഴ്സും ഹ്യൂമാനിറ്റീസും എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറയാം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഒക്കെ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ അടുത്ത് തരാം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി signing off. Bye.